അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുഴിമാന്തിയാണ്. കുഴിമാന്തി എന്നാണ്, സ്വന്തം കുഴി മാന്തുന്ന സാധനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന പലരും അഡിക്റ്റഡ് ആവുന്നത് അൺലിമിറ്റഡ് റൈസിലോട്ടാണ്. 25-ാമത്തെ വയസ്സിൽ ആൺകുട്ടികൾക്ക് ഫാറ്റി ലിവറും 20-ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾക്ക് PCODയും PCOSും വരുന്ന കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തെ പറ്റി പറയുന്നത്. അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് വലിയൊരു ഫാക്ടറാണ്. ഈ ഒരു ചെറിയ കാലയളവിൽ ഒരു 15 ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സോ വാട്ട് ഡു യു തിങ്ക് ഇതിന്റെ ഒരു മെയിൻ കാരണക്കാരൻ താങ്കൾ തന്നെയാണോ? നിങ്ങൾ ക്യൂ നിന്ന് കഴിക്കുന്ന ചില ഭക്ഷണമുണ്ടല്ലോ, അത് കഴിഞ്ഞ 3 മാസം കൊണ്ട് 72 ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഫ്രാഞ്ചൈസികളാണ് ഇങ്ങനെ തുടങ്ങുന്ന ആത്മീയുടെ ബലം. ബിലോ 1% മരണനിരക്കുള്ള കോവിഡ് മാസ്ക് വെച്ചിട്ടും സാനിറ്റൈസർ വെച്ചിട്ടും ഒന്നും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത അതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള കോവിഡിനെ നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ടേക്ക് കെയർ ചെയ്തത്. ഓരോ 8 സെക്കൻഡിലും ഡയബറ്റിക് വന്ന് മരിക്കുന്ന ഡയബറ്റിക് എന്നുള്ള അസുഖം 100% നിങ്ങളുടെ കൺട്രോളിലാണ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിന്റെ ഡെഫിനിഷൻ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്നാണ്. ഈ ജനറേഷനിലെ കുട്ടികളുടെ ജെൻസി കുട്ടികൾക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് അവർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തത് എന്നുള്ളത് ഇവിടുത്തെ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു 2-2.5 വർഷം വരെ മൊബൈലിലായിട്ടൊന്നും കൊടുക്കാതെ വളർന്നു വരുന്ന കുട്ടികൾ എന്നുള്ളത് ഈ നാടിന് അസറ്റാണ്. ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഇഷ്യൂസ്, സെക്ഷൽ ഇഷ്യൂസ്, ഈ പറയുന്ന പിമ്പിൾസ്, ഏറ്റവും വലിയ അഡിക്ഷൻ പബ്ലിക്കിനെ, നാടിനെ, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ 100% വൈറ്റ് ഷുഗർ. നമ്മളെല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തൊട്ട് ചെയ്യാൻ ഒരു ലോഡ് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി ശ്രദ്ധിക്കാനും നമ്മുടെ ശരീരത്തിന് ഒരു കെയർ കൊടുക്കാനൊക്കെ പലരും മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു വരുന്നത് ആത്മാ നാച്ചുറൽ വെൽനെസ്സിനെ കുറിച്ചാണ്. ആൻഡ് ദ ഫൗണ്ടർ തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വെൽക്കം ഡോക്ടർ അഭിജിത്ത്. ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റീലുകളാണ് മോസ്റ്റ്ലി താങ്കളുടെ കണ്ടിട്ടുള്ളത്. കാരണം സാധാരണ ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ട് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ചോദിക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഡോക്ടർ സംസാരിക്കണം വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ വെരി ഈസി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ടോക്കാണ് നോർമലി താങ്കളുടെ. ബാക്കി കാര്യത്തിലേക്ക് പറയുന്നതിന് മുന്നേ ആദ്യത്തെ ചോദ്യം, ഡോക്ടർക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടം? ചായയും കാപ്പിയും എനിക്കിഷ്ടമാണ്. ഞാൻ രണ്ടും ആവശ്യത്തിന് കുടിക്കാറുള്ള ആളുമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ കോഫിയാണ്. ഞാനൊരു ഡെയിലി ഒരു 2 ടൈമെങ്കിലും കോഫി കുടിക്കുന്ന ആളാണ്. ഒരു സാധാരണ മനുഷ്യൻ ഡെയിലി എത്ര കപ്പ് ഓഫ് ചായ, എത്ര കപ്പ് ഓഫ് കോഫി കുടിക്കാം? നിർബന്ധമില്ല, കുടിക്കാതിരുന്നാൽ അതാണ് ഏറ്റവും ബെറ്റർ. ഗ്രീൻ ടീയിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ 1-2 കപ്പ് ഓഫ് കോഫി ഓർ ടീ വി ക്യാൻ ഡ്രിങ്ക് വിത്തൗട്ട് ഷുഗർ. 1-2 കുടിക്കാൻ പാടില്ല, അത്രേ പാടുള്ളൂ. ഡെയിലി 5, 6, 7, 8 കുടിക്കുന്നത് അഡിക്ഷനാണ്. ജീവിതത്തിൽ ഒന്നിനും അഡിക്ഷൻ നല്ലതല്ല, പ്രത്യേകിച്ച് ചായയും കാപ്പിയിലും അഡിക്ഷൻ നല്ലതല്ല. കാരണം ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വേണ്ട രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ എടുത്താൽ നമുക്ക് അതിൻ്റെതായ പോസിറ്റീവ് വശങ്ങളാണ് ഉള്ളത്. പക്ഷേ അതിനെയൊക്കെ ഒരു അഡിക്ഷനിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ തലവേദന വരിക, അതില്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആവുക, നമുക്ക് ഈവൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, രാവിലെ വെറും വയറ്റിൽ കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ. സോ ഇതൊന്നും ഒരു ഐഡിയൽ വേ അല്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു നമ്മൾ ആൾക്കാരോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അല്ലെങ്കിൽ യു ക്യാൻ ഡ്രിങ്ക്. നമ്മളൊക്കെ ഈ ഹെൽത്തിലേക്കുള്ള ജേർണി അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്കുള്ള ജേർണി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മളെ കംഫർട്ട് ആക്കണം എന്നുള്ളതാണ്. നമ്മളെ സ്ട്രെസ്ഡ് ആക്കി നമുക്കിഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയൊന്നും അല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ചെറിയ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തി നല്ല വൃത്തിയായിട്ട് നമുക്ക് ആരോഗ്യം നോക്കാൻ പറ്റും. നമ്മളിപ്പം ഒരാൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടല്ല വെയിറ്റ് കുറയ്ക്കേണ്ടത്. അതൊരു ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ഒരു മണ്ടത്തരാണ്. ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ടല്ലോ, മറിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ഐഡിയലി മൂവ് ചെയ്താൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഓരോ ഹെൽത്ത് കണ്ടീഷൻസും. അപ്പോൾ ചായയും കാപ്പിയൊക്കെ നമുക്ക് വേണമെന്നേ, നമ്മളൊക്കെ അത് കുടിക്കും, നമ്മൾ സാധാരണ മലയാളികളല്ലേ. പക്ഷെ അതിലൊരു നിയന്ത്രണം ഉണ്ടാവണം. അത് നമ്മളെ എന്താ പറയുക, അത് നമ്മളെ ഭരിക്കരുത് എന്നുള്ളതാണ്. ചായയും കാപ്പിയും നമുക്ക് ആവശ്യമുള്ളപ്പം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും പറ്റണം. ഞാൻ ഡെയിലി 2 കപ്പ് ഓഫ് കോഫി കുടിക്കുന്നതാണ്. പക്ഷെ എനിക്ക് കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അഡിക്റ്റഡ് അല്ല. കഴിഞ്ഞ ഇപ്പോൾ 1 വീക്ക് ഞാൻ ദുബായിലായിരുന്നു, ഞാൻ ഒരു ഗ്ലാസ് കാപ്പി പോലും എവിടെ നിന്നും കുടിച്ചിട്ടില്ല. അതൊന്നും എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാപ്പി കുടിക്കുന്ന ആൾക്കാരാണ്, ചായ നിങ്ങൾ കുടിക്കുന്നവരെ കുടിച്ചോളൂ, വൈറ്റ് ഷുഗർ ഉപയോഗിക്കാതെ ഇരിക്കണം എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഈ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് പകരം ചായയിലും കോഫിയിലും വേറെ എന്ത് സാധനം ഇട്ടാലാണ് അവരെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ എന്താണ് ഹെൽത്തി ആയിട്ട് ബാലൻസ് ചെയ്യാൻ ആവശ്യമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഘടകം. തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രൗൺ ഷുഗർ, ജാഗരി, തേന്
ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇതിന്റെ അഡിക്ഷൻ പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി യു ക്യാൻ അവോയ്ഡ് ദിസ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഷുഗർ നിങ്ങൾ ഉപേക്ഷിച്ച് തുടങ്ങിയാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ നന്നായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഷുഗർ നിങ്ങൾ ഉപേക്ഷിച്ച് അത് ഉപേക്ഷിക്കുന്ന ഒരു ശീലമായി മാറിയാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ അതിനോട് അഡിക്ഷൻ തോന്നില്ല. ഒരിക്കലും തോന്നില്ല. നിങ്ങളുടെ മുമ്പിൽ എത്ര കിലോ പഞ്ചസാര കൊണ്ടുവച്ചാലും, എത്ര ലഡു കൊണ്ടുവച്ചാലും, ജിലേബി കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് അതിനോട് കഴിക്കാൻ തോന്നില്ല. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ബോഡിക്ക് ഒരു ആവശ്യമുള്ള കാര്യമാണ് ഒരു പക്ഷെ ബോഡി അതിനോട് വീണ്ടും വീണ്ടും ടെൻഡൻസി ഉണ്ടായത്. പക്ഷെ ബോഡി ആവശ്യമില്ലാത്ത, ബോഡിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഇതിനെപ്പറ്റി. നമ്മൾ ഇപ്പോഴത്തെ ഒരു കോമൺ ട്രെൻഡാണ് ഈ പറഞ്ഞ സാധനം തന്നെ, അതായത് ഷുഗർ കട്ട് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ മധുരം ഇല്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. 3 ദിവസത്തിലപ്പുറത്ത് കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഇച്ചിരിയെങ്കിലും മധുരം കഴിച്ചില്ലെങ്കിലും വല്ലാത്തൊരു വെപ്രാളമാണെന്നുള്ള രീതിയിൽ. ഈ ഷുഗർ കട്ട് ഇൻ കേസ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി എത്ര ദിവസം ചെയ്താലാണ് ഒരു എഫക്റ്റ് ബോഡിയിൽ കാണാൻ പറ്റുക? ഷുഗർ കട്ട് നിങ്ങൾ 1 or 2 month ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള എഫക്റ്റ് കാണാം. ഞാൻ പറയുന്നത് ഇന്റേണലി നിങ്ങളുടെ ഓർഗൻസിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, കിഡ്നിക്ക് ഒന്നുമല്ല, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനപ്പുറം യു ക്യാൻ സീ വിസിബിൾ ചേഞ്ച് ഓൺ യുവർ ഫേസ്. യു ക്യാൻ ഒരു ഗ്ലോ ഉണ്ടാവും സ്കിന്നിന്, നിങ്ങളുടെ മോഷൻ ക്ലിയർ ആയിരിക്കും, നിങ്ങളുടെ സ്ട്രെസ് കുറയും. സോ ഇതൊക്കെ വൈറ്റ് ഷുഗറിന്റെ ഗുണങ്ങളാണ്. അതുകൊണ്ട് എത്ര നാളത്തേക്ക് എന്നുള്ളതല്ല, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. പക്ഷെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ 1 monthനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ചേഞ്ച് വളരെ ക്ലിയർ ആയിട്ട് കാണും. ഇപ്പം വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി കുറേ നാളെ ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഷുഗർ കട്ട് കൊണ്ട് മാത്രം അവർക്ക് സ്റ്റാർട്ടിങ് 1 or 2 kg 3 kg ഒക്കെ കുറയുന്നത് കാണാൻ പറ്റും, വേറെ ഒരു കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ പോലും. അപ്പോൾ അത് വളരെ വിസിബിളാണ്. 1 monthനുള്ളിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ വെയിറ്റ് ലോസ് ആണെങ്കിൽ അതിൽ കാണാൻ പറ്റും, സ്കിന്നിലാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും, നിങ്ങളുടെ ഡൈജഷനിലും മോഷനിലും ആണെങ്കിൽ അതിൽ വ്യത്യാസം കാണാൻ പറ്റും. എവരിവെയർ യു ക്യാൻ സീ ദ വിസിബിൾ ചേഞ്ചസ്. ഈ ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന ഷുഗർ അത് ഓക്കെ ആണോ കഴിക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ളത് ഓക്കെയാണ്. വൈറ്റ് ഷുഗർ എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും പറഞ്ഞത്? ഇറ്റ്സ് എ കെമിക്കലാണ്. നിങ്ങൾക്ക് അതിനെ അതൊരിക്കലും ഒരു സയൻസിലും വൈറ്റ് ഷുഗർ ആവശ്യമാണ് എന്ന് പറയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ്, യെസ് ഇറ്റ് ഈസ് സോഡിയം, അങ്ങനെ പല കണ്ടന്റ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് ഓൾറെഡി നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ അരിയിൽ നിന്ന്, ഗോതമ്പിൽ നിന്ന്. മലയാളിക്ക് 3 നേരവും വയറ് നിറച്ച് നമ്മളൊക്കെ കഴിക്കുന്നത് അരിയാണ്, അല്ലേ? ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റ് ഇല്ല. നമുക്ക് ഇഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, പുട്ടായിക്കോട്ടെ, ഇടിയപ്പം ആയിക്കോട്ടെ, ഉപ്മാവ് ആയിക്കോട്ടെ, പൂരി ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, എനിത്തിങ് റൈസ് ഓർ വീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് നമുക്ക് ഓൾറെഡി നമ്മൾ എന്താണെങ്കിലും എടുക്കുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ ഒരു തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഈ ഷുഗർ എന്നുള്ളത്. സോ അതൊരു ഓൾട്ടർനേറ്റിന്റെ ആവശ്യം പോലും ഇല്ല. കംപ്ലീറ്റ് നോ ആണ് ഷുഗർ. കംപ്ലീറ്റ് നോ ആണ്, അതിനോടൊരു കോംപ്രമൈസ് ഇല്ല. ഈ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അരിയാഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നോർമലി ജിമ്മിൽ പോകുന്ന ആൾക്കാർ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചോറ് അല്ലെങ്കിൽ അരി സാധനങ്ങൾ എന്ന് പറയുന്നത്. പകരം ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കും. സോ ഇഫ് ഐ ആസ്ക് യു, ചപ്പാത്തി ആണോ ചോറാണോ ഏറ്റവും കൂടുതൽ ഹെൽത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഇത് അനിയൻ ബാവയും ചേട്ടൻ ബാവയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരം. കാരണം ചപ്പാത്തി മാറ്റി ചോറാക്കിയാൽ ഡയബറ്റിക്കിന് പകരം നിങ്ങൾ ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ആക്കിക്കോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു വ്യത്യാസമില്ല. 87% ഏതാണ്ടാണ് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ചോറില്ലെങ്കിൽ 81% സംതിങ് ആണ് വീട്ടിലുള്ളത്. അതായത് ഒരു മാക്സിമം 10% ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ളത്. ഇതെന്ത് അതിനകത്ത് പുറകിലൊരു സയൻസ് ഉണ്ട്. കാരണം അതായത് ഇപ്പോൾ നിങ്ങൾ ചോറും ചപ്പാത്തിയും, ചോറിനെ റീപ്ലേസ് ചെയ്ത് ചപ്പാത്തി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചപ്പാത്തി കുറച്ചുകൂടി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. ഒരു ചപ്പാത്തി 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചപ്പാത്തിക്ക് മാക്സിമം വലിപ്പം വന്നാൽ എത്ര വലിപ്പം വരും? അതേ ഉള്ളൂ. നേരെ പറഞ്ഞ ചോറ് അങ്ങനെയല്ല. 2 തവി ചോറെന്നൊക്കെ പറഞ്ഞാൽ മലയാളിയുടെ തവിക്ക് പരിധിയില്ലാത്ത വലിപ്പം. അപ്പോ കൺട്രോൾ ചെയ്യാൻ എളുപ്പം നമുക്ക് ഗോതമ്പാണ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് എന്നുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ ഒരു ഹെൽത്തി ബേസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ രണ്ടും ഒരേ ഗുണങ്ങളാണ്. ഈ രണ്ടും വേണം കേട്ടോ. ഇപ്പൊ നമ്മളിത് ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് രണ്ടും വേണ്ടെന്നല്ല. നിങ്ങളുടെ പ്ലേറ്റിൽ ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ്. അതിനകത്ത് ചോറുണ്ടാകണം വേണ്ട സമയത്ത്, ചപ്പാത്തി വേണ്ടാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാവണം, മീറ്റ് വേണ്ടതാണെങ്കിൽ മീറ്റ് ഉണ്ടാവണം, ഫിഷ് ഉണ്ടാവണം, മുട്ട ഉണ്ടാവണം, വെജും നോൺ വെജും ഉണ്ടാവണം. ഇതെല്ലാം ഉള്ളതാണ് നമ്മളുടെ ഭക്ഷണം. ആ ഭക്ഷണത്തിൽ നമുക്ക് ബാലൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. മിനിമം കാർബോഹൈഡ്രേറ്റ് ആവണം, പ്രോട്ടീൻ ഉണ്ടാകണം, ഫൈബർ ഉണ്ടാകണം, നല്ല ഫാറ്റ് ഉണ്ടാവണം. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ ചപ്പാത്തി ചോറ് എന്നുള്ളതിനപ്പുറം അതിന്റെ പോർഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ് ബെറ്റർ എന്നുള്ളതിന് രണ്ടും ഏകദേശം ഒരേ എഫക്റ്റ് ആണ്. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഗ്ലൂട്ടൻ, ഇപ്പൊ തൈറോയിഡ് പോലുള്ള കണ്ടീഷൻ നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആക്കാൻ പറയും. അതായത് ആ സമയത്ത് ചപ്പാത്തി നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ പറയും, അല്ലെങ്കിൽ ഗോതമ്പ് ഒഴിവാക്കാൻ പറയും.
ചില ആൾക്കാർ കോമൺലി പറയുന്ന ഒരു സാധനമാണ്, അതായത് നമ്മുടെ ഇന്ത്യൻസിന്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കേരളത്തിലെ ആൾക്കാരെ കൺസിഡർ ചെയ്യാം, നമുക്കൊരു പ്രത്യേക ഒരു ശരീര രീതി ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. കേരളത്തിലെ ഭക്ഷണം കേരളത്തിലെ ആൾക്കാർക്ക് കഴിക്കുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. നമ്മൾ കേരളത്തിലെ മലയാളികൾ പുറത്ത് ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അതിനോടൊരു ഡോക്ടറുടെ ടേക്ക് എന്താണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബോധമില്ലായ്മ കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ തമിഴ്നാട്ടിലെ ഭക്ഷണം, അമേരിക്കയിലെ ഭക്ഷണം, കേരളത്തിലെ ഭക്ഷണം, ഇതൊക്കെ നമ്മളാണല്ലോ എങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ബാലൻസ് നമ്മളല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മനീഷയ്ക്ക് ഒരു 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ആളുകൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഹെൽത്ത് ഇഷ്യൂ എന്തായിരുന്നു? 50 വർഷം മുമ്പ് നോക്കിയാൽ എന്തായിരിക്കും? സ്കേർസിറ്റിയാണ്. അതായത് ഭക്ഷണം ഇല്ലായ്മയായിരുന്നു നമ്മൾ ഒരു സമയത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് വൈറ്റമിൻസ് ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, ഭക്ഷണമില്ലാതെ നമ്മൾ പട്ടിണിയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. 50 വർഷം കഴിഞ്ഞ് 2026 ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭക്ഷണം കൂടിപ്പോയതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? അത് ഒബേസിറ്റിയാണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. അത് നിങ്ങൾ ഈ നമ്മളൊരു ഹോളിൽ അങ്ങോട്ട് എടുത്താൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന 50 പേരിൽ 40 പേരോ 35 പേരോ ഇപ്പോൾ ഒബേസാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീജിയണൽ ഫുഡിനപ്പുറം ഈ ഫുഡിൽ ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രസക്തമായത്. നമ്മൾ പുറം രാജ്യത്തെ ഭക്ഷണത്തെ ഒന്നും നമ്മൾ കുറ്റം പറയണം. നമ്മൾ ആകെ കുറ്റം പറയും, നമ്മളിപ്പോൾ നമ്മളിത് പറയുന്നത് ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ശരിയാണ്, അത് നമ്മളുടെ ശരീരത്തിനൊട്ടും ഒരു നല്ലൊരു സംഭവം അല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ US എവറി ഇയർ ട്രാവൽ ചെയ്യുന്ന ആളാണ്. US പിസയും ബർഗറും ഒക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊന്നല്ല, അവരുടെ ഒക്കേഷണൽ ഭക്ഷണമാണ് ഇത്. നിങ്ങൾ രാവിലെ മെയിൻലി അവിടെ ഉള്ളവർ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അവർക്ക് ബ്രഞ്ചാണ്. അവരുടെ ബ്രഞ്ച് വളരെ ഐഡിയലിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിലൊരു ഈ പറഞ്ഞ പോലെ ഗ്രിൽഡ് ആയിട്ടുള്ളൊരു മീറ്റ് ഉണ്ടാവും. അവർ നന്നായി സാലഡ്സ് കഴിക്കുന്ന, അവർ നന്നായി വെജിറ്റബിൾസ് കഴിക്കുന്ന, ഫ്രൂട്ട്സ് നന്നായി കഴിക്കുന്ന, ഈ പറയുന്ന ബ്ലൂബെറിയും എല്ലാ ഫ്രൂട്ട്സും നന്നായി കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ്. അവരുടെ ഒക്കേഷണൽ ആയിട്ടുള്ളൊരു സാധനത്തെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ ഡെയിലി ഫുഡ് ആക്കുമ്പോൾ നമ്മളൊരു രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ 365 ദിവസം സദ്യ കൊടുക്കുന്നില്ല നമുക്ക്? 4 കൂട്ടം 4 പായസം കൂട്ടി സദ്യ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വളരെ ഫേമസ് ആയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഡെയിലി ഫുഡ് കഴിക്കേണ്ട രീതിയാണോ? അല്ല. അത് ഡെയിലി ഫുഡ് കഴിച്ചാൽ എന്താ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ? അത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു സ്ഥലത്തിൻ്റെ പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളുടെ പ്ലേറ്റിനെ ഏത് നാട്ടിലെ ഭക്ഷണമാണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ നമുക്ക് പുട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പുട്ടിൻ്റെ ചെറിയ പോർഷനും നന്നായി കടലക്കറിയും എടുത്ത് നമ്മൾ അതിനെ പ്രോട്ടീനും കാർബും തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറുപയറാണെങ്കിൽ അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറൊരു സ്ഥലത്തിന്റെ ഭക്ഷണം അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ അന്റാർട്ടിക്ക ട്രിപ്പിൽ ഞാൻ ബ്രസീൽ, അർജന്റീന, ഉറുഗ്വേ, പരഗ്വേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ, സൗത്ത് അമേരിക്കയിലെ 7ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഈ യാത്ര ചെയ്യുമ്പോഴെല്ലാം അവരുടെ ട്രഡീഷണൽ ഫുഡ്, അവരുടെ റീജിയണൽ ഫുഡ് എന്നൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലതൊക്കെ ഭയങ്കര റോയാണ്, മീറ്റൊക്കെ കുറച്ചുകൂടെ റോ ആയിട്ടാണ്. പക്ഷെ അത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പൊ അവിടുത്തെ ഒക്കേഷണലി അവർ കഴിക്കുന്ന സാധനത്തെ കൊണ്ടുവന്നിട്ട് നാടിനെ കുറ്റം പറയുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. അത് ആ നാടിൻ്റെ അല്ല, നമ്മളുടെ സെലക്ഷൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോധമില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ രോഗങ്ങളിലേക്ക് കടത്തിവിടുന്നത്, അല്ലാതെ നാടിൻ്റെയോ ആ നാട്ടിലെ ഭക്ഷണത്തിൻ്റെയോ കുഴപ്പമില്ല. ഡോക്ടർ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു ഭക്ഷണ രീതിയിൽ ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ളൊരു രീതി എന്ന് ഡോക്ടർക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു എന്താണ് സാധനം? കേരളത്തിന് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുഴിമാന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതൊരു കുഴിമാന്തി എന്നാണ്, സ്വന്തം കുഴി മാന്തുന്ന സാധനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എഗെയിൻ ഞാൻ പറയുന്നത്, അതിനകത്തെ മീറ്റ് അല്ല, അതിനകത്തെ ഒരു ഈ പറയുന്ന പോലെ ചിക്കൻ ഒന്നും അല്ല പ്രശ്നം. നമ്മൾ അതിലേക്ക് അഡിക്റ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിലേക്ക് ഞാൻ സംസാരിക്കുന്ന പലരും, നിങ്ങൾ അങ്ങനെയാണെന്നല്ല, പക്ഷെ ഞാൻ സംസാരിക്കുന്ന പലരും അഡിക്റ്റഡ് ആവുന്നത് അൺലിമിറ്റഡ് റൈസിലോട്ടാണ്. അൺലിമിറ്റഡ് റൈസ് എന്നാണ്. നിങ്ങൾ ആ റൈസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ആ പ്ലേറ്റിൽ നിന്ന് ആ റൈസ് എടുത്ത് മാറ്റിയാൽ ആ പ്ലേറ്റിൽ എത്രമാത്രം എണ്ണ ബാലൻസ് ഉണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മീറ്റിനോടല്ല എനിക്കുള്ള വിയോജിപ്പ്, അവിടെ നമ്മൾക്ക് കിട്ടുന്ന അൺഹെൽത്തി ആയിട്ടുള്ള റൈസിനോടാണ്, പിന്നെ യൂസ് ചെയ്യുന്ന മസാലകളോടാണ്. സോ ഇപ്പം ഈ പറയുന്ന കുഴിമന്തി ആയിക്കോട്ടെ, ഇപ്പം ഈ പറയുന്ന ഷവർമ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഈസ് ഓക്കെ.
പിന്നെ ഇപ്പൊ കുഴിമന്തി ഈ കുഴിമന്തി കടയെല്ലാം പോട്ടണം അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ ഫോർ യുവർ ഒക്കേഷൻസ്, വൺസ് ഇൻ എ വൈൽ, ഈ പറഞ്ഞ പോലെ ചീറ്റ് ഡേ എന്നൊക്കെയുള്ള പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അനുസരിച്ച് യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ അത് നമ്മളുടെ ഡെയിലി ഹാബിറ്റ് ആവുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് PCOD, PCOS, മെൻസ്ട്രേഷൻസ് വളരെ കൂടുന്നുണ്ട്. അത് വളരെ കൂടും. നിങ്ങൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ചെക്ക് ചെയ്തോളൂ. അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വലുതാവുമ്പോൾ, നിങ്ങൾക്ക് 50 വയസ്സാകുമ്പോൾ ഡയബറ്റിക് വരും, അങ്ങനെയൊന്നും അല്ല. കാലം മാറി. 25-ാമത്തെ വയസ്സിൽ ആൺകുട്ടികൾക്ക് ഫാറ്റി ലിവറും 20-ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾക്ക് PCODയും PCOSും വരുന്ന കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയുന്നത്. 2, ഈ പറയുന്ന പോലെ ഈ കുഴിമന്തി ഷവർമയ്ക്കൊക്കെ അപ്പുറം നമ്മുടെ മലയാളിയുടെ തനത് ഭക്ഷണം ഉണ്ടല്ലോ, ഇഡലി, ദോശ, ഇതൊക്കെ അൺകൺട്രോളബിൾ ആയിട്ട് കഴിക്കുന്നതും നമുക്ക് വളരെ ദോഷമാണ്. ഇപ്പോൾ അരിയാഹാരം തന്നെ നമുക്ക് കൺട്രോൾ വേണം, നമ്മളുടെ കയ്യിൽ കൺട്രോൾ വേണം. അപ്പോൾ ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും 10ഉം 12ഉം ഒക്കെ വരുന്നത് ഒരിക്കലും ഐഡിയലി നല്ലതല്ല. അതിലും കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഹെൽത്തി ഫുഡിന്റെ കാര്യം പറയുമ്പോൾ പൊതുവേ ഇപ്പം ചെറു കുഴിമന്തിയിൽ ബാക്കി എണ്ണ ഉണ്ടാവും എന്ന് പറയണ പോലെ തന്നെ പറയണേ, കോക്കനട്ട് ഓയിലിന് പകരം മറ്റേ ഒലീവ് ഓയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽത്തി സംഭവമാണെന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. തെറ്റിദ്ധാരണയാണോ ശരിയായ ധാരണയാണോ അത്? കോക്കനട്ട് ഓയിൽ എത്രത്തോളം ഡേഞ്ചറസ് ആണ്? കോക്കനട്ട് ഓയിൽ ഡേഞ്ചറസ് അല്ല. കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലും ഒന്നും ഡേഞ്ചറസ് അല്ല. നമുക്ക് ഡേഞ്ചറസ് ആയി വരുന്നത് ഈ പറയുന്ന പാം ഓയിൽ പോലത്തെ നമുക്ക് വേണ്ടാത്ത ഓയിലാണ്. കോക്കനട്ട് ഓയിലൊക്കെ ഗംഭീരല്ലേ, അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. പക്ഷെ അത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കണം എന്നല്ല. നമ്മുടെയൊക്കെ വീട്ടിൽ അവിയൽ എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്? അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ആ അവിയൽ വാങ്ങി വെച്ച് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കൂടെ എണ്ണ ഒഴിക്കും. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ 1 ലിറ്റർ എണ്ണ ഒഴിച്ചു, 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഒഴിച്ചോളൂ. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫാറ്റ്. അത്രയും നല്ലതാണ് ഹെൽത്തിന്. അതിനെ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കണ്ടന്റ് മാറുകയും നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരികയും ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സാധ്യത വരികയും കൊളസ്ട്രോൾ കൂടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിൽ രണ്ടും നല്ലതാണ് എന്നുള്ള അഭിപ്രായമുള്ളതാണ് ഞാൻ. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഡേഞ്ചർ അല്ല എന്നുള്ള അഭിപ്രായമാണ്. അത് മലയാളിയുടെ സ്വന്തമാണ്, മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് ഡേഞ്ചർ അല്ല. അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ കോക്കനട്ട് ഓയിൽ കുടിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. ഇഫ് യു ഡ്രിങ്ക്, ചില മോഷന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ വെറും അതിന് പോലും പ്രശ്നമില്ല. നാളെ നിങ്ങൾ 1.5 ലിറ്റർ കോക്കനട്ട് ഓയിൽ കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പല ഹെൽത്ത് കണ്ടീഷനിൽ അത് 1-2 സ്പൂൺ കുടിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല. നെയ്യ് കുഴപ്പമുള്ള കാര്യമില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ദിസ്. സെയിം ടൈം ഈ പറഞ്ഞ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ ശരീരത്തിന് വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലിന്റെ സ്റ്റഡി നിങ്ങൾ എടുക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ സൺഫ്ലവർ ഓയിൽ സീഡ്സും അതിൽ നിന്നാണ് ഓയിൽ വരുന്നത്. ഈ ലോകത്തിന്ന് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മുഴുവൻ സൺഫ്ലവറിന്റെ സീഡ്സ്, അതായത് 6 കിലോയിൽ നിന്ന് 1 ലിറ്റർ എണ്ണ, അങ്ങനെ എന്തോ ആണ് അതിന്റെ ടെക്നിക്കലി. അത് അങ്ങനെ നോക്കിയാൽ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് സൺഫ്ലവർ സീഡ്സുമായിട്ട് കമ്പയർ ചെയ്താൽ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 500-1 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എങ്ങനെയാണ് ഇത്രയും സൺഫ്ലവർ ഓയിൽ വരുന്നത്? ഇറ്റ്സ് കംപ്ലീറ്റ്ലി കെമിക്കലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും നിങ്ങൾ ഉപയോഗിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. നിങ്ങൾ ശരീരത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അഭിജിത്ത് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ, ഡോക്ടർ അഭിജിത്ത് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു കണക്ഷൻ വരുന്നത് ഫൗണ്ടർ ഓഫ് ആത്മാ വെൽനസ് ഗ്രൂപ്പ് എന്നുള്ളൊരു സാധനം തന്നെയാണ്. ഏത് വർഷമാണ് ആത്മാ വെൽനസ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ 11ഓളം ഫ്രാഞ്ചൈസി പല ഡിസ്ട്രിക്ട്സിലായിട്ടുണ്ട്. ഏത് വർഷമാണ് ആത്മാ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്? 2021 ആത്മ സ്റ്റാർട്ട് ചെയ്തത്. 2021 ജൂലൈ 15-ാം തീയതിയാണ് കോട്ടയത്ത് പനച്ചിക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ ഒരു 5 OP ക്ലിനിക്കും 6 IP ഹോസ്പിറ്റലുമായിട്ടൊരു 11ഓളം ബ്രാഞ്ചുകൾ നമുക്കുണ്ട്. ഈ ഒരു ചെറിയ കാലയളവിൽ ഒരു 15 ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 11 ഫ്രാഞ്ചൈസി. സോ വാട്ട് ഡു യു തിങ്ക്? ഇതിൻ്റെ ഒരു മെയിൻ കാരണക്കാരൻ താങ്കൾ തന്നെയാണോ? അല്ലല്ല, കാരണക്കാർ നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ മനുഷ്യരാണ്. നിങ്ങൾ ആത്മാ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 11 ബ്രാഞ്ചായത് നമ്മൾക്ക് വാവ് ആവുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളുടെയൊക്കെ ഫീൽഡിൽ അതൊരു വാവ് ഫാക്ടറാണ്. നിങ്ങളൊക്കെ കഴിക്കുന്ന ചില ഐസ്ക്രീംസ് ഉണ്ടല്ലോ, ഞാൻ ആ ഐസ്ക്രീം 1 വർഷം കൊണ്ട് 150 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ചില കമ്പനികൾ. ഇവിടെ ഇപ്പോൾ വളരെ പോപ്പുലർ ആവുന്ന നിങ്ങൾ ക്യൂ നിന്ന് കഴിക്കുന്ന ചില
ഭക്ഷണം ഉണ്ടല്ലോ, ഈ സ്വീറ്റ്, അത് കഴിഞ്ഞ 3 മാസം കൊണ്ട് 72 ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഫ്രാഞ്ചൈസികളാണ് ഇങ്ങനെ തുടങ്ങുന്ന ആത്മയുടെ ബലം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ എത്ര കുഴിമന്തിക്കട കണ്ടിട്ടുണ്ടോ അത് ഓരോ ദിവസം കഴിയുന്തോറും 5 എണ്ണം വെച്ച് കൂടുന്നില്ലേ? അതൊക്കെയാണ് നമ്മളുടെ ബലം. ഇവിടെ രാത്രിയിൽ 12 മണി കഴിഞ്ഞുള്ള ഹോട്ടലുകൾ ഓരോന്നോരോന്നായി തുറക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള ധൈര്യം. അതുകൊണ്ട് 11 ബ്രാഞ്ച് എന്നുള്ളത് തുടങ്ങാനുള്ള കാരണം ഇവിടുത്തെ മനുഷ്യന്മാരാണ്. ബിസിനസ് കൂടണമെന്ന് പറയാനും പറ്റത്തില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറോപ്പതി എന്നുള്ളത് നമ്മളുടെ കൺസെപ്റ്റിൽ. ഇപ്പം ഞാനൊരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും നാച്ചുറോപ്പതി ഡോക്ടേഴ്സുമാണ് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ ടീച്ചേഴ്സായി മാറുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ വർഷവും US പോകുന്നത് ക്ലാസ് എടുക്കാനാണ്. ഞാനിപ്പോൾ ദുബായിൽ പോയതും ക്ലാസ് എടുക്കാനാണ്. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെക്നിക്കലി യെസ്, നമുക്കൊരു പ്രിഫിക്സ് ഉണ്ട്, നമുക്ക് മെഡിക്കൽ ബോർഡ് രജിസ്ട്രേഷനുള്ള ഡോക്ടർ എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും, കാരണം എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിങ്സ് ഞാൻ പറയാം. അതായത് ഞാൻ ഈ ലയൺസിൻ്റെയും റോട്ടറിയുടെയൊക്കെ ക്ലബ്ബുകളുടെ ഒക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലർ വളരെ അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്തുന്ന കണ്ടു. ഡോക്ടർ, ഇതെൻ്റെ ഫാമിലി ഡോക്ടറാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാനും എൻ്റെ അച്ഛനും ഒക്കെ ഡയബറ്റിക് നോക്കുന്നത് ഈ ഡോക്ടറുടെ അടുത്താണ്. അല്ലെങ്കിൽ ഈ എൻ്റെ മുട്ടുവേദന OA അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഞാൻ നോക്കുന്നത് കഴിഞ്ഞൊരു 9 വർഷമായിട്ട് ഞാൻ ഈ ഡോക്ടറുടെ അടുത്താണ് എന്ന് എന്നെ പല പേഷ്യൻസും അവരുടെ ഡോക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അനുഭവത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ആ പരിചയപ്പെടുത്തുന്ന രോഗിക്കും ഭയങ്കര അഭിമാനമാണ്, പരിചയപ്പെടുത്തൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറും ഭയങ്കര അഭിമാനമാണ്. ഞാൻ ഈ 2 എണ്ണത്തിലും ഒട്ടും വിശ്വസിക്കുന്ന ആളല്ല. എൻ്റെ പേഷ്യൻറ്റിനെ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ചികിത്സിച്ചിട്ടും എനിക്ക് ആ രോഗം മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ളൊരു അഭിമാനകരമായ കാര്യമല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, നമുക്ക് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് കണ്ണിലൊരു കരട് പോയിട്ട് കണ്ണീര് വരുമ്പോൾ കണ്ണീര് തുടച്ച് കളയാൻ നിങ്ങൾക്കൊരു 1000 ഓപ്ഷനുണ്ട്. കരടെടുത്ത് കളയുക എന്നുള്ളതാണ് റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ കരടെടുത്ത് കളയുന്ന പണിക്കാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. വളരെ സ്ലോയാണ് പ്രോസസ്സ്. ആൾക്കാർ നമ്മളെ മനസ്സിലാക്കാൻ പാടാണ്. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് വയറിൻ്റെ പ്രശ്നമാണ്, മൈഗ്രെയിൻ മാറേണ്ടത് നിങ്ങളുടെ ഗ്യാസ്ട്രൈറ്റിസ് പരിഹരിച്ചിട്ടാണ് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കി ചിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിന്നിൻ്റെ പുറത്ത് സോറിയാസിസിൻ്റെ പ്രശ്നമുണ്ട് എന്ന് 3 വർഷം മുന്നേ നമ്മൾ പറഞ്ഞു. അത് നിങ്ങളൊരു കാര്യം ചെയ്യും, വയറിളക്കിയിട്ട് പോവാ, അപ്പോൾ നിങ്ങളുടെ ചൊറിച്ചിൽ കുറയും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെന്ത് മണ്ടത്തരാണെന്ന് പറയുന്നതെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, അവയർനെസ് വീഡിയോ, വേണ്ടവനും വേണ്ടാത്തതും അറിയേണ്ടതും ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് വലിയൊരു അവയർനെസ് വരുന്നുണ്ട്. ആൾക്കാർ കുറച്ചുകൂടി ഇതിനെപ്പറ്റി അറിയുന്നത് കൊണ്ട് നമ്മളുടെ ക്ലിനിക്കുകൾ കൂടുതലും അവയർനെസ് സെൻറ്റേഴ്സായി മാറുക എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിത് ഈ കുഴിമന്തി ആയിക്കോട്ടെ, ഷവർമ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ തമാശ പറയുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാടിന് ആവശ്യമുള്ളതാണ്, അല്ലാതെ ഇതെല്ലാം പൂട്ടണം എന്നല്ല. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കൺട്രോൾ പോകരുത് എന്നുള്ളതാണ്. ഈ മിഡ് നൈറ്റ് സ്നാക്കിംഗ്, മിഡ് നൈറ്റ് ഫുഡ് ഹാബിറ്റ്സ്, ഇതുണ്ടാവുന്ന എഫക്റ്റ് വളരെ വലുതാണ്. ഞാൻ എപ്പോഴും നമ്മൾ ഈ വീഡിയോ കാണുന്നത്, അതായത് ഈ വീഡിയോ നമ്മൾ മൊബൈലിലിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആരെല്ലാം നമ്മളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, ഓവർ വെയ്റ്റ്, തൈറോയിഡ്, ഫാറ്റി ലിവർ, PCOD, എന്തെങ്കിലും ഒരു രോഗം കൂടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗം പറയും ഹൈപ്പർ ടെൻഷൻ. ഈ 5 രോഗങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കോ അവരുടെ ഫാമിലിയിലെ ആർക്കെങ്കിലോ ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണണ്ട എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഒരാൾക്ക് പോലും ഈ വീഡിയോ കാണാൻ പോകാൻ പറ്റില്ല. കാരണം അത്രയും കോമൺ ആണ് നമ്മളുടെ ചുറ്റുമുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് 2020, 2021 ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? 4 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് കോവിഡ് ഉണ്ടായി. കോവിഡിൻ്റെ സമയത്ത് മനീഷ എന്തൊക്കെ ചെയ്തു? എന്ത് രീതിയിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി?
ക്ലീൻ ആയിട്ട് മറ്റേ മാക്സിമം മാസ്ക് ഒക്കെ നടച്ച് മറ്റേ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് വാക്സിൻ എടുത്തു. അതൊക്കെയാണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്തേ? വാക്സിൻ എടുത്തു, മാസ്ക് ഇട്ടു, സാനിറ്റൈസർ, ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഇല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ട് വീട്ടിൽ മാത്രം അങ്ങനെയൊക്കെയുള്ള കോവിഡ് വന്നായിരുന്നു. വന്നു 3 തവണ വന്നു. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല അതെ അല്ലേ? 1 2 3 4 5 6 7 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് ലോകത്ത് മരിച്ചിട്ടുണ്ട്. കോവിഡിന്റെ മരണനിരക്ക് അറിയോ നിങ്ങൾക്ക് എത്രയാണ്? കോവിഡിന്റെ മരണനിരക്ക് ലാസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ബിലോ 1% ആണ്. ബിലോ 1% ആണ്. ബിലോ 1% മരണനിരക്കുള്ള കോവിഡ് മാസ്ക് വെച്ചിട്ടും സാനിറ്റൈസർ വെച്ചിട്ടും ഒന്നും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത അതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ടാണ്, കമ്മ്യൂണിറ്റി ഡിസോർഡർ ആയത്. അങ്ങനെയുള്ള കോവിഡിനെ നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ടേക്ക് കെയർ ചെയ്തത്. ഓരോ 8 സെക്കൻഡിലും ഡയബറ്റിക് വന്ന് മരിക്കുന്ന ഡയബറ്റിക് എന്നുള്ള അസുഖം 100% നിങ്ങളുടെ കൺട്രോളിലാണ്. 100% നിങ്ങളുടെ കൺട്രോളിലാണ്. ഇത് ഡയബറ്റിക് ആയിക്കോട്ടെ, ഒബേസിറ്റി ആയിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ഈ പറയുന്നതെല്ലാം 100% നിങ്ങളുടെ കൺട്രോളിലാണ്. 100% നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ കോവിഡിൻ്റെ 100-1 ബോധമുള്ളവരായി മാറിയാൽ നമ്മളുടെ ചുറ്റും മുഴുവൻ മാറും. നമ്മുടെ കൺട്രോളിലല്ലാത്ത 1% താഴെ മാത്രം മരണനിരക്കുള്ള കോവിഡിനോട് നമ്മൾ കാണിച്ച മാന്യതയുടെ 1000-1 നമ്മുടെ കൺട്രോളിലുള്ള 8 സെക്കൻഡ് ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക്കിനോട് കാണിച്ചാൽ ലോകം മാറും. അത് ഡയബറ്റിക് ഒരു ഉദാഹരണമാണ്. ഈ പറഞ്ഞ എല്ലാ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്നാണ്. ഒരു ടെക്നിക്കൽ ഡെഫിനിഷനിലേക്ക് നിങ്ങൾ പോകണ്ട. ജീവിതശൈലി രോഗങ്ങളുടെ ആകെയുള്ള ഡെഫിനിഷൻ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രോഗങ്ങൾ. അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ റിവേഴ്സ് ചെയ്യാൻ ലോകത്തുള്ള ഒരേ ഒരു മാർഗം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ചില ആൾക്കാർ പറയാറില്ലേ, അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ളൊരു പുള്ളിക്കാരിക്ക് പ്രഗ്നൻസിക്ക് മുന്നേ വരെ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷനേ ഇല്ല. പക്ഷെ ഡ്യൂറിങ് ആ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് മരുന്നുകൾ കഴിക്കുമല്ലോ ഒരു അമ്മയാകാനായിട്ട്. ആ കഴിച്ചതിന് ശേഷം ഡെലിവറിക്ക് ശേഷമാണ് ഈ ഒരു കണ്ടീഷൻ വന്നത്, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നാവിന് സെൻസിറ്റിവിറ്റി അതിൽ പ്രശ്നമാവുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഈ ടൈമിൽ കഴിക്കുന്ന മരുന്നുകൾ കാരണം ഒരു ആൾക്ക് ഡയബറ്റീസ് വരാം എന്നുള്ളൊരു ഇത് വരുമ്പോൾ അതിൽ എന്ത് ലൈഫ് സ്റ്റൈൽ മാറ്റമാണ് വരുത്താൻ പറ്റുക? അത് ഡ്യൂ ടു ആ മെഡിസിൻ അല്ലേ ഉണ്ടാവുന്നത്? 2 കാര്യമുണ്ട്. ഒന്ന്, ഗർഭിണിയാവാൻ, കുട്ടികൾ ഉണ്ടാവാൻ യഥാർത്ഥത്തിൽ ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ തെറ്റാണ്. ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു മരുന്ന് ഇവിടെ ഇല്ല. വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ മരുന്ന് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡെഫിഷ്യൻസിയുടെ സപ്ലിമെന്റ്സിലൂടെ നിങ്ങൾക്ക് ഡയബറ്റിക് വരത്തില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞത് ജസ്റ്റേഷണൽ ഡയബറ്റിക് എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ പറയുന്ന പ്രസവാനന്തരം അല്ലെങ്കിൽ ഗർഭിണിയായ സമയം തൊട്ട് നമുക്കുണ്ടാകുന്ന ഡയബറ്റിക് ചാൻസ് ആണ്. അതിന് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, ഈസിലി റിവേഴ്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ആ സമയത്ത് വെയിറ്റ് കൂടുന്നില്ലേ? ആ കൂടിയ വെയിറ്റ് കുറയ്ക്കുന്നില്ലേ? എങ്ങനെ കുറയ്ക്കും? നമ്മൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് നോക്കിയാണ് കുറയ്ക്കുന്നത്. സെയിം വേ നിങ്ങൾക്ക് ഗർഭിണിയായ സമയത്തുണ്ടാകുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനെയും നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ ഓവർകം ചെയ്യും. നോ ഡൗട്ട്സ്. അത് ആ സമയത്തുണ്ടാക്കിയ മെഡിക്കേഷൻ ആയിക്കോട്ടെ, സർജറി ആയിക്കോട്ടെ, പല കാര്യങ്ങളായിക്കോട്ടെ, എന്തുകൊണ്ടുണ്ടായതാണെങ്കിലും അതിനെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം. പ്രോപ്പർ ഹെൽത്ത്. അഗെയിൻ മനുഷ്യനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഗർഭിണിയാകുമ്പോൾ തൊട്ടുള്ള കാലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുട്ടീനെ ജനിച്ചു കഴിഞ്ഞ് കൊച്ചിയിലെ ഏറ്റവും വലിയ സ്കൂളിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തെ ഫീസിൽ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ കെയർ. ആത്മാർത്ഥതയുള്ള പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിക്ക് കൊടുക്കേണ്ട കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട്നേഴ്സിൻ്റെ സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതലാണ്. അതുമുതൽ നിങ്ങൾ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ 4 ട്രൈമസ്റ്ററാണ്. ആ ഗർഭകാലമാണ്, പ്രഗ്നൻസി ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായ ഡയറ്റും കൃത്യമായ എക്സസൈസും കൃത്യമായി മെൻ്റൽ റിലീഫും കൊടുത്ത് മെൻ്റൽ ഹെൽത്തിനെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ മാജിക്സ് ആണ്.
ആ സമയത്ത് നിങ്ങൾ സ്ട്രെസ്സ് കൊടുത്ത് ഹസ്ബൻഡും വൈഫും അടിയുണ്ടാക്കി പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിനും അനാവശ്യമായ സ്ട്രെസ് എല്ലാം വലിച്ചു കയറ്റി ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ജനറേഷനിലെ കുട്ടികളുടെ ജെൻസി കുട്ടികൾക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് അവർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തത് എന്നുള്ളത് ഇവിടുത്തെ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി കുട്ടികളാവാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആ പ്രഗ്നൻസി ടൈമിൽ എൻജോയ് ചെയ്ത് മെൻ്റലി വളരെ പീസ്ഫുള്ളായിട്ട് ഭാര്യയും ഭർത്താവും ഹെൽത്തിയായി നന്നായി ഫുഡ് ഡയറ്റ് നോക്കി എക്സസൈസ് ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് വരുന്ന കുട്ടികളിലുള്ള ചേഞ്ച് എനിക്ക് പേഴ്സണലി അറിയാം. ഐ വിൽ ടെൽ യു പേഴ്സണലി. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു 2-2.5 വർഷം വരെ മൊബൈൽ ലൈറ്റൊന്നും കൊടുക്കാതെ വളർന്നു വരുന്ന കുട്ടികൾ എന്നുള്ളത് ഈ നാടിന് അസറ്റാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് വളരെ പ്രധാനപ്പെട്ട, അത് സയൻറ്റിഫിക്കാണ്, കൾച്ചറൊന്നുമില്ല. നിങ്ങളിതിനെ റിലീജിയസ് ആയിട്ടോ കൾച്ചറായിട്ടോ വിശ്വാസമായിട്ടോ അന്ധവിശ്വാസം ഒന്നും വേണ്ട. ഇറ്റ്സ് എ പ്യുവർ സയൻസ്. ആ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് ആ ടൈം തൊട്ട് നിങ്ങളുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയാൽ ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രഗ്നൻസി പ്രശ്നങ്ങളൊക്കെ അപ്പം തീരും. അവിടെ തൊട്ടാണ് ഈ പ്രശ്നം. മോളെ നീ ഗർഭിണിയല്ലേ, നീ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. ആര് പറഞ്ഞു കഴിക്കണം? പണ്ടോട്ടേ കേൾക്കുന്ന ഒരു കാര്യം. ഒരു ഇതുമില്ല. മോളെ നീ ഗർഭിണിയാണ്, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ പറ്റും, കുടിച്ചെന്ത് പറ്റും? എൻ്റെ കൂടെ ആത്മയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അവളൊരു 7-8 മന്ത്സ് എൻ്റെ കൂടെയുള്ള ഡോക്ടർ പ്രഗ്നൻ്റ് ആണ്. ഈ പറഞ്ഞ ഈ നിങ്ങൾ സോ കോൾഡ് കുടിക്കരുതെന്ന് പറഞ്ഞ ജ്യൂസുകളൊക്കെ അവൾ കുടിക്കുന്നുണ്ട്. അവൾ നല്ല ഹെൽത്തിയാണ്, അവൾ നല്ല ഹാപ്പിയാണ്. എൻ്റെ കൂടെയുള്ള വേറെ ഡോക്ടേഴ്സിൻ്റെ കുട്ടികളുണ്ട്. അവൻ 2 വയസ്സിൽ സംസാരിച്ചു തുടങ്ങി പ്രോപ്പറായിട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാബി എവിടെ പോയി എങ്ങനെ വന്നു എന്ന് അവൻ നമ്മളോട് ചോദിക്കും. അത് ആ കുട്ടിയുടെ മാജിക്കല്ല, ആ പാരൻസിൻ്റെ മാജിക്കാണ്. അത് ആ കുട്ടിക്ക് മാത്രം ദൈവം കൊടുത്തതല്ല, മറിച്ച് നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കാത്തതാണ്. സോ ഈ പറഞ്ഞു വന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റിക് പോലുള്ള കാര്യം 100% ലൈഫ് സ്റ്റൈലിൽ കൂടി തന്നെയാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. പ്രഗ്നൻസി ടൈം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ആ സമയത്ത് ചെയ്യേണ്ട എക്സസൈസുകളും ചെയ്യേണ്ട ഡയറ്റും നമ്മൾ ചെയ്തു പോയാൽ പോസ്റ്റ് ഡെലിവറിയിൽ ഈ പറയുന്ന ഹെൽത്തി കണ്ടീഷനൊക്കെ ഈസി ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ആക്ച്വലി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇരിക്കുന്ന കക്ഷി തന്നെ അതിനൊരു ലിവിങ് പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ പറയും വെയിറ്റ് കുറയ്ക്കുക, ഡയറ്റ് എടുക്കുക, ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, വെയിറ്റ് കുറയും. പറയാൻ ഭയങ്കര എളുപ്പമാണ്, ചെയ്യാൻ പാടാണെന്ന് പറയുന്ന കുറേ പേരുണ്ട്. പക്ഷെ നമ്മുടെ GPയുടെ വീഡിയോയിലൂടെയാണ് ആക്ച്വലി ഞാൻ ആ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് 102 കിലോ ഉണ്ടായിരുന്ന ആളാണ് 78 ഇപ്പോഴത്തെ വെയിറ്റ് അല്ലേ, 78 കിലോ. എങ്ങനെയായിരുന്നു ആ ഒരു വെയിറ്റ് ലോസ് പ്രോസസ് താങ്കളുടെ തന്നെ? അത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു 6 മാസം കൊണ്ടാണ് ഈ 24 കിലോ കുറഞ്ഞത്. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ആ കഴിക്കുന്ന പ്ലേറ്റിൽ നല്ല കൺട്രോൾ വരുത്തിയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. ഈ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിന്റെ എമൗണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഒരു ഇഡലി ദോശ ഫാനായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ കോംപ്രമൈസ് ഇൻ ദ സെൻസ് ഞാൻ അതിന്റെ കൺട്രോൾ, അതായത് അതിന്റെ പോർഷൻ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണവും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഒരു നേരം പോലും വിശന്ന് കിടന്നിട്ടില്ല. ഞാൻ വയറ് നിറയാതെ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. ഞാൻ ഈ 102-ന് 78 ആകുന്ന ഒരു ദിവസവും എൻ്റെ വയറ് വിശന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. എൻ്റെ ബോഡിയെ ഞാൻ വളരെ കംഫർട്ടാക്കി വളരെ ഹാപ്പി ആയിട്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പോർഷൻ കൺട്രോൾ ആയിരുന്നു. ഈ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ മാത്രമാണോ അതോ ഫിസിക്കൽ എക്സസൈസ് അങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്കൽ എക്സസൈസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാത്ര വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ 10-11 ബ്രാഞ്ചിൽ നമ്മൾ കണ്ടിന്യൂസ് യാത്രയുണ്ട്. അപ്പോൾ ഒരു ജിമ്മിൽ പോയുള്ള എക്സസൈസ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി കുറച്ച് പോസിബിൾ അല്ല. പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പോകും. ഇപ്പോൾ കൊച്ചിയിലും കോട്ടയത്തൊക്കെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഉണ്ടാവും. ഒരു യോഗയോ ജിമ്മോ ഒക്കെ ആയിട്ട് ഒരു 20 to 30 minutes എവറി ഡേ ഐ വിൽ ഡു സംതിങ്. പക്ഷെ ഞാൻ എൻ്റെ ഫോക്കസ് മുഴുവൻ ഡയറ്റിലായിരുന്നു. ആ ഡയറ്റിൽ കൂടെയാണ് ഞാൻ റെവല്യൂഷൻ മീൻസ് ഇത്രയും വലിയ ചേഞ്ച് ഉണ്ടായത്. ഈ 6 മാസത്തിൽ ഇത്രയും 20 കൂടുതൽ കിലോ കുറയ്ക്കാന്ന് പറയുമ്പോൾ അതിലൊരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയണ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ തെറ്റിദ്ധാരണ സ്ട്രഗ്ലിംഗ് പോയിന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തിനാ സ്ട്രഗ്ലിംഗ് വരുന്നത്? 5 കിലോ കുറയ്ക്കാൻ എവിടെ കിടന്ന് പാടുപെടും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യത്തന്നെയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ 6 മാസം സ്ട്രഗിൾ ചെയ്താൽ വെയിറ്റ് കുറയോ? ഇല്ല. ഈ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് വെയിറ്റ് കുറയുന്ന ആരാ? ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയത്തില്ല. നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന കുറെ പൗഡർ കലക്കി കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയത്തില്ല. കുറെ പൗഡറിൽ വെയിറ്റ് കുറയും. ഞാൻ അതിന്റെ പേരൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ കുറെ പൗഡറിൽ വെയിറ്റ് കുറയും. അത് നിർത്തി കഴിയുമ്പം തിരിച്ചു വരും. അതുപോലെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഷോർട്ട് ടേമിൽ വെയിറ്റ് ലോസ് ആകുന്നത് ഹെൽത്തി അല്ല എന്ന് പറയുന്നത്. അൺഹെൽത്തി ആയിട്ട് ഷോർട്ട് ഓർ ലോങ് ടൈം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യരുത് എന്നുള്ളതാണ്.
ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭക്ഷണം 10 ദിവസം നമുക്ക് ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു 5 കിലോ കുറയ്ക്കാം. ചെയ്യരുത്. അതിൽ മസിൽ വേസ്റ്റേജ് ഉണ്ടാവും, നിങ്ങളുടെ ബോഡി വീക്കാവും. ഞാൻ കഴിഞ്ഞ 6 മാസം ഞാൻ ഈ വെയിറ്റ് കുറച്ച് 6 മാസമാണ് എൻ്റെ 6 ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് എനർജി വേണം, എനിക്ക് ഓടി നടക്കണം, എല്ലാ ദിവസവും യാത്ര ചെയ്യണം. അപ്പം എൻ്റെ ഡയറ്റിങ്ങോ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണിയോ എന്നെ ടയേർഡ് ആക്കും എന്നുണ്ടെങ്കിൽ, ഞാൻ സഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായ 6 മാസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ 6 മാസത്തിനിടെ US പോയിട്ടുണ്ട്, ഞാൻ 6 മാസത്തിനിടയിൽ 1-2 പ്രാവശ്യം ദുബായി പോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഒരു നാടും എൻ്റെ ഡയറ്റിനെ ബാധിച്ചിട്ടില്ല. നമ്മൾ എക്സ്ക്യൂസ് ആണല്ലോ, യാത്ര ചെയ്യുന്നുള്ള ഡയറ്റ് നോക്കാൻ പറ്റുന്നില്ല, ഒരു പിണ്ണാക്കില്ല. ആഴ്ചയിൽ 7 ദിവസം യാത്ര ചെയ്യാറുണ്ട്. മനസ്സിന്റെ ഒരു ഇതുപോലെ ഇരിക്കുമല്ലേ ശരിക്കും. തീരുമാനമാണ്, നമ്മളുടെ തീരുമാനമാണ്. ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. എവരിത്തിങ് അവർ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ വിൽ പവറാണ്. അല്ലാതെ ഒന്നും നമ്മളെ തീരുമാനിക്കുന്നില്ല. നമ്മുടെ രോഗങ്ങളും നമ്മുടെ അസുഖങ്ങളൊക്കെ നമ്മുടെ വിൽ പവറിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. ഈ ഇപ്പോഴത്തെ ജനറേഷനിൽ മോസ്റ്റ് ഓഫ് എല്ലാ ആൾക്കാരും ജിമ്മിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ജിമ്മുകളും ഇവിടെ കൂടുതലായിട്ട് തുറക്കുന്നുണ്ട്. കൊച്ചി തന്നെ എത്രയാ ജിമ്മുകളെന്ന് കണക്കില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ, ഇതിൽ ചില ആൾക്കാരുണ്ട്, അതായത് അവർ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും ചെയ്യില്ല, സ്ട്രെങ്ത് ട്രെയിനിങ് ഇങ്ങനെയൊന്നും ചെയ്യില്ല, കാർഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കാർഡിയോ മാത്രം ജിമ്മിൽ പോയി ചെയ്യുന്നത് ഗുണകരമാണോ അതോ ഏതെങ്കിലും രീതിയിൽ ദോഷമായിട്ട് വരുന്നുണ്ടോ? ഒരു ദോഷമില്ല. പ്രോപ്പറായിട്ടുള്ള കാർഡിയോ ആണ് ബേസിക്കലി എല്ലാവരും എല്ലാ ദിവസവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ പോലെ ഈ പറഞ്ഞ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എക്സസൈസ്, അതൊക്കെ നമ്മളുടെ മസിൽ മാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ ടെക്നിക്സ് ആണ്. ബേസിക്കലി കാർഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ടേയിരിക്കുക, ഏത് ഫോമിൽ വേണമെങ്കിലും. അതിൽ നമ്മൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. വെയിറ്റ് കുറയാനാണോ വെയിറ്റ് കൂടാനാണോ ഏറ്റവും കൂടുതൽ പാട്? ഇതൊരു ഡിബേറ്റബിൾ സാധനമാണ്. അല്ലല്ല, വെയിറ്റ് കുറയാനാണ് ഏറ്റവും എളുപ്പം, വെയിറ്റ് കൂടാനാണ് പാട്. കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാവരും അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നന്നായിട്ട് തിന്നാ പോരെ, വെയിറ്റ് കൂടില്ലേ എന്നുള്ളത്. അങ്ങനെ നിർബന്ധമില്ല. കാരണം അവരവരുടെ കോമ്പിനേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ വേണം ഭക്ഷണം ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ അതിന്റെ ഒരു റീസണും കാണും. ഞാനതാ പറഞ്ഞു, ഇപ്പോ നമ്മൾ ചില ഇന്റർവ്യൂസിലും ചില കോൺവെർസേഷനിലൊക്കെ ആൾക്കാർ ഡോക്ടർ വെയിറ്റ് കുറയാൻ വേണ്ടി കോമൺ ആയിട്ട് 4 ഡയറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം വെയിറ്റ് കൂടിയത് പല റീസൺ കൊണ്ടാണല്ലോ. എനിക്ക് വെയിറ്റ് കൂടിയത് ചിലപ്പോൾ ഞാൻ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മനീഷയ്ക്ക് ചിലപ്പോൾ വെയിറ്റ് കൂടുന്നത് ചിലപ്പോൾ ഹോർമോൺ ഇഷ്യൂ ഉണ്ടായിരിക്കും. വേറൊരാൾക്ക് വെയിറ്റ് കൂടുന്നത് X or Y, പല കാര്യങ്ങളും. അപ്പൊ എല്ലാത്തിനും എങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്? പറ്റത്തില്ല. അപ്പൊ ആ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് വെയിറ്റ് ലോസ് ജേർണിയിലെ കീ. അതുപോലെയാണ് വെയിറ്റ് ഗെയിൻ ജേർണി. ഇത് രണ്ടിലും നമ്മൾ എന്താണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കി നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ comparing to weight gain and weight loss is easy journey. വെയിറ്റ് ലോസ് ഇസ് ഈസി, വെയിറ്റ് ഗെയിൻ ആണ് ബുദ്ധിമുട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡയറ്റ്സ് നമ്മൾ എടുക്കാറുണ്ട്. ഒരാൾ ചെയ്യുന്ന ഡയറ്റ് നമ്മുടെ ബോഡിക്ക് ശാശ്വതമാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കാതെ പോലും നമ്മൾ എടുക്കാറുണ്ട്. ബിക്കോസ് അയാൾക്ക് വർക്ക്ഔട്ടായി, അതുകൊണ്ട് എനിക്കും വർക്ക്ഔട്ട് ആവണമല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എടുക്കുന്നത് സാർ കേട്ടിട്ടുള്ളതിൽ ഏതായിരിക്കും? അല്ല, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പോൾ ഞാൻ നാച്ചുറോപ്പതി ഡോക്ടറാണ്. എന്തൊക്കെ ടൈപ്പ് ഡോക്ടേഴ്സ് മനീഷയുടെ അറിവിലൂടെ ഉണ്ട്? നാച്ചുറോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, പിന്നെ ആയുർവേദം ഉണ്ട്. വേറെ എൻ്റെ അറിവിൽ 3 ഉള്ളൂ. മോഡേൺ മെഡിസിൻ ഉണ്ട്, മോഡേൺ മെഡിസിൻ ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധയുണ്ട്. ഏറ്റവും കൂടുതലുള്ള ഡോക്ടേഴ്സ് ഏതെന്നറിയോ? ഏതാ ഇതിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ്? മോഡേൺ മെഡിസിൻ അല്ല, അത് ഗൂഗിളോപ്പതിയാണ്. ഉൾപ്പെടെ പലരും ഗൂഗിളോപ്പതി ഡോക്ടേഴ്സ്. ഇപ്പോൾ പേഷ്യൻസ് വന്നിട്ട് ചാറ്റ് GPT ഗൂഗിൾ നോക്കിയിട്ട് നമ്മളോട് സിംറ്റം പറഞ്ഞിട്ട് നമ്മൾ പറയും ഇത് grade 2 ഫാറ്റി ലിവർ ആണെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പറയും കറക്റ്റാണ്. നമ്മളോട് ഇങ്ങോട്ട് പറയും അതെന്താ അങ്ങനെ? ചാറ്റ് GPT അതിനെ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ നമ്മളെ ചലഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ഗൂഗിളോപ്പതി ഡോക്ടേഴ്സ് ആയിരിക്കുന്നവരാണ് നമ്മുടെ പേഷ്യൻസ്. ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഗൂഗിളോപ്പതിയുള്ള സമയത്ത് ആളുകൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്നുള്ളത് ഹൊറിബിളാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞ എല്ലാ ഡയറ്റും അല്ല, ഹൊറിബിളാണ്. ചില സമയത്ത് കീറ്റോ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ കീറ്റോ പോയി ഫോളോ ചെയ്യും. അവർ ചില കണ്ടീഷനിൽ നമുക്കൊരിക്കലും അവരോട് ജ്യൂസ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യും. ചില കണ്ടീഷൻ നല്ലതാണ്, ചില ജ്യൂസ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ അത് പോയി ഫോളോ ചെയ്യും. ലോ പ്രോട്ടീൻ ഡയറ്റ് പോയി ഫോളോ ചെയ്യും. ചിലപ്പോൾ തൈറോയ്ഡ് ഉള്ള ആൾക്കാർ ഗോതമ്പ് കൊണ്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും. ഇങ്ങനെ
പല പ്രശ്നങ്ങളും നമ്മൾ ഈ ഡയറ്റിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ടൈലർ മെയ്ഡ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഡയറ്റ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ കൺസൾട്ട് ചെയ്യണം. നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മുടെ ബോഡി കണ്ടീഷൻ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വരുന്ന ഒരു റീസൺ കൊണ്ടല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് സൊല്യൂഷനും ഒരു റീസൺ അല്ല, ഒരു വേ അല്ല സൊല്യൂഷനും പല വേ ആണ്. ടൈലർ മെയ്ഡ് ആണ്, 100% ടൈലർ മെയ്ഡ് ആണ് ഡയറ്റ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു പ്രോപ്പർ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ വൈറ്റൽസും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ബ്ലഡ് ചെക്കപ്സും കഴിഞ്ഞ് ഫോർ വാട്ട് കണ്ടീഷൻ ഫോർ വാട്ട് റീസൺ യു ഹാവ് ടു ടേക്ക് യുവർ ഡയറ്റ്, യു ടേക്ക്. അത് വെജ് ആകാം നോൺ വെജ് ആകാം, ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ. ഞാൻ നോൺ വെജ് കഴിക്കേണ്ടവരോട് നോൺ വെജ് കഴിക്കണം എന്ന് പറയുന്ന ആളാണ്. ഞാൻ വെജ് കഴിക്കേണ്ടവർ വെജ് കഴിച്ചോളൂ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ വെജ് ഓർ നോൺ വെജ് എന്നുള്ളതല്ല, മറിച്ച് നമ്മളുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഏതും നല്ലതാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന ഒരു ഡയറ്റും, കാരണം എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ യൂസ് ചെയ്ത ഡയറ്റ് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അതേ ഡയറ്റ് കൊണ്ട് നാളെ യൂസ് ചെയ്യാത്ത മീൻസ് വെയിറ്റ് കുറയാത്ത ഒരാൾ താഴെ വന്ന് പറയും ഇതേ സാധനം ഞാൻ കഴിച്ചു എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് പറയും. കാരണം എനിക്ക് ഫിക്സ് ചെയ്ത ഡയറ്റ് എൻ്റെ ബോഡീനെ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഉണ്ടാക്കിയ ഡയറ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡയറ്റാണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ആത്മാ വെൽനെസ്സിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് പാക്കേജസ് ആണ് ആത്മാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വെയിറ്റ് ലോസ് പാക്കേജ്, വെയിറ്റ് ലോസിൻ്റെ ഒക്കെ 1 month പാക്കേജ് ഒക്കെ നമ്മുടെ അവിടെ അവൈലബിൾ ആണ്. അതല്ലാതെ ഈ നോർമൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഈ ആയുർവേദത്തിലെ തന്നെ ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. IP ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി ഒരു ഈ പറഞ്ഞ പോലെ ബോഡിയെ കുറച്ചുകൂടി അടുത്തറിയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഫാർമസി എന്നുള്ള ബോർഡ് വെക്കുന്നതൊക്കെ കിച്ചൻ്റെ ഫ്രണ്ടിലാണ് ഫാർമസി എന്നുള്ള ബോർഡ് ഉള്ളത്. ഫാർമസിസ്റ്റ് എന്നുള്ളത് ഞങ്ങളുടെ അവിടുത്തെ അമ്മമാരൊക്കെയാണ്. തങ്കമണി ചേച്ചിയൊക്കെയാണ് ഞങ്ങളുടെ ഫാർമസിസ്റ്റ് എന്നുള്ളത്. സോ അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് മരുന്ന് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ IP എന്നുള്ളത് കുറച്ചുകൂടി അങ്ങനെ നമ്മൾ 7 ദിവസം 10 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തു പോകുന്ന പാക്കേജുകളാണ്. അതിന് പല ഇപ്പം ഡീറ്റോക്സ് പാക്കേജായിട്ട് വരുന്നുണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്, ഡയബറ്റിക് റിവേഴ്സ് ചെയ്യുന്ന പാക്കേജുകളുണ്ട്. സോ അതൊക്കെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസിനാണ്. OP ക്ലിനിക്കുകളിൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഗട്ട് ഇഷ്യൂസ് ആണ്, ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി. എനിക്ക് തോന്നുന്നു നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മേജർ റീസൺ ഗട്ട് പ്രോബ്ലംസ് അല്ലേ, പക്ഷേ ഏറ്റവും ഇഗ്നോർഡ് ആയിട്ടുള്ളതും അതാണ് തോന്നുന്നു. സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡിയാണ് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡി എന്നുള്ളത് ഗട്ടാണ്. ഈ മൈഗ്രെയിൻ നേരത്തെ പറഞ്ഞില്ലേ, മൈഗ്രെയിനും ഗട്ട് ഇഷ്യൂ ആയിട്ട് കണക്ഷൻ ഉണ്ട്? 100%. മൈഗ്രെയിൻ ഉള്ള ആരെങ്കിലും അറിയോ? ഞാൻ തന്നെ. വേറെ മൈഗ്രെയിൻ വന്ന് എങ്ങനെയാ തലവേദന പോകുന്നത്? ഞാൻ ടാബ്ലറ്റ് എടുക്കാറുണ്ട്. ടാബ്ലറ്റ് എടുത്തില്ലെങ്കിൽ എങ്ങനെ പോകും? എടുത്തില്ലെങ്കിൽ പോകത്തില്ല. എന്താ സംഭവിക്കും? കുറച്ച് എന്ത് സംഭവിക്കും? വോമിറ്റ് ചെയ്യും. എന്ത് ചെയ്യും? വോമിറ്റ് ചെയ്യും. അതാണ് ശരീരം ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചു തരുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ഗട്ട് എന്നുള്ളത്. ഞാൻ മറ്റേ ബ്ലിങ്ക് ആയിരിക്കുക. ശരിയാണത്. അതാണെന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ സോറിയാസിസ് ഉള്ള ആൾക്കാർ പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവർ ആവണക്കെണ്ണ കൊടുക്കും, ഇത് കുടിച്ചിട്ട് നാളെ വരാൻ പറയും. ഈ വൈകിട്ട് പോയി കിടക്കുന്നതിന് ആവണക്കെണ്ണ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം ലൂസ് മോഷൻ കാരണം വയറ് മൊത്തം ഇളകിയിട്ട് തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ വേണ്ടി ചൊറിച്ചിൽ നിൽക്കും. അതാണ് മോഡേൺ മെഡിസിൻ പറഞ്ഞത്. അതാണ് ഇന്നത്തെ സയൻസ്. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞുവെങ്കിലും ഇതാണ് നമ്മുടെ സയൻസിൽ പറയുന്നത്. സോ ഇറ്റ്സ് എ പവർ ഓഫ് ഗട്ട്. ഇറ്റ്സ് എ പവർ ഓഫ് ഗട്ട്. അതായത് നമ്മൾ ദഹന സംബന്ധമായ പ്രശ്നം എന്ന് പറയുമ്പോൾ അസിഡിറ്റിയിലും ഗ്യാസ്ട്രൈറ്റിസിലും ഒതുങ്ങാതെ, കോൺസ്റ്റിപ്പേഷനിലൊന്നും ഒതുങ്ങാതെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ സ്ട്രെസ്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ മെൻ്റൽ ഹെൽത്ത്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ സ്കിൻ ഹെൽത്ത്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എവറിത്തിങ് ഈച്ച് ആൻഡ് എവറിത്തിങ്. അത് പറഞ്ഞു തരുന്നതാണ് ഗട്ട് എന്നുള്ളത്. ഗട്ടിന് അങ്ങനത്തെ വലിയ കാര്യങ്ങളുണ്ട്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. ബേസിക്കലി നമ്മൾ പറയത്തില്ലേ, ചിലപ്പോൾ നമ്മളുടെ ബാങ്കിൽ 1000 കോടി കാണും, പക്ഷെ രാവിലെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയുള്ള ആൾക്കാർ എനിക്കറിയാം. 250 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും മോശം ക്ലിയർ ആയിട്ടില്ല. എന്തിനാ ജീവിക്കണം തോന്നുന്നു. ഉറങ്ങാൻ പറ്റാതെ വരിക. നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലോ? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിലോ? അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് വയറ്റിൽ പോകാൻ തോന്നുന്നു, അവിടെ പോകുമ്പോൾ നമുക്ക് ഒന്നും പോകാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ IBS ആണ്. അത് മാനസികമല്ല, അത് ഗട്ടിൻ്റെ ഇഷ്യൂ ആണ്. അത് പരിഹരിക്കാൻ പറ്റുന്നതാണ്, പരിഹരിക്കേണ്ടതാണ്. സോ മൈഗ്രെയിൻ ആയിക്കോട്ടെ, സോറിയാസിസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ IBS ആയിക്കോട്ടെ, ഇതൊക്കെ എവറിത്തിങ് റിലേറ്റഡ്. സ്ട്രെസ്, ആൻസൈറ്റി, കണക്റ്റഡ് ടു യുവർ ഗട്ട്. പിമ്പിൾസ്, കണക്റ്റഡ് ടു യുവർ ഗട്ട്. എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു യുവർ ഗട്ട്. അപ്പോൾ ഗട്ട് ഹെൽത്തി ആക്കുക എന്നുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ പരമപ്രധാനമായ കാര്യമാണ്. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇടയിലൊരു സ്പാൻ ഓഫ് ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം ട്രെയിൻഡ് ഔട്ടാണ്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എത്ര നമ്മൾ വർക്കൗട്ട് ചെയ്താലും ഭക്ഷണം കഴിച്ചാലും എനർജി ഇല്ലാത്തൊരു കണ്ടീഷൻ.
പെട്ടെന്ന് ഇമോഷണൽ ആവുക, പെട്ടെന്ന് കരയുക, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ എന്താണ് എനിക്ക് പറ്റണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ സ്പോക്ക് ടു വൺ ഓഫ് മൈ ഫ്രണ്ട്. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, നേരെ പോയിട്ട് വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുവരെ ബോഡിയിൽ വിറ്റമിൻ ഡിയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്ക് ഒരു അതും ഇല്ലായിരുന്നു. ഐ തോട്ട് ലൈക്ക് സംതിങ് എൽസ്, വേറെ എന്തോ റീസൺ ആണെന്നുള്ളത്. അപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, വളരെ കുറവായിരുന്നു. പിന്നെ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങിയപ്പം എന്തോ അത് കാരണമാണോ, പക്ഷെ എനിക്ക് ചേഞ്ചസ് വന്നു തുടങ്ങി. സോ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇതൊരു മിഥ്യാധാരണയാണോ? വിറ്റമിൻ ഡി ഇത്രയൊരു ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ എക്സാമ്പിൾ ആണല്ലോ, അതൊരു മിഥ്യാധാരണ അല്ലല്ലോ. അതെ, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും തെറ്റല്ല. അത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാകാം, ആവശ്യമില്ലാത്ത സ്ട്രെസ് ഉണ്ടാകാം, ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകാം, നമ്മൾ രാവിലെ മൊത്തം ടയേർഡായെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ വളരെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ, ഫെറിറ്റിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒരു റെഗുലർ മോണിറ്ററിങ് വരണം എന്നുള്ളതാണ്. അതായത് ഈ ഓൺലൈൻ ഡോക്ടേഴ്സ്, ഈ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങളെപ്പോലുള്ളവർ. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ ആർ നൗ അവെയർ ഓഫ് ഫ്യൂ തിങ്സ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫ്യൂ തിങ്സ്. അവർ വൈറ്റമിൻ ഡി ഒക്കെ, ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നു, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, ടാബ്ലറ്റ്സ് എടുക്കുന്നത്. അത് ആവശ്യമാണ്. അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ചില ആൾക്കാർക്കുണ്ടല്ലോ, വൺസ് അവർ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഏത് ഫോം ഓഫ് മെഡിക്കേഷൻ ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് പെയിൻ കില്ലേഴ്സോ അങ്ങനെ എന്താണെങ്കിലും, പിന്നെ അതില്ലാതെ പറ്റത്തില്ല. ലൈക്ക് എനിക്ക് ഈ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എനിക്ക് ആ ഗുളിക കഴിച്ചാലേ അത് പോകുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും. ഇതൊരു അഡിക്ഷൻ ഫോമാണോ, ഹാവിങ് മെഡിസിൻസ് കണ്ടിന്യൂസ്ലി എന്നുള്ളത്? കറക്റ്റ്, അതാണല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് അത് ബേസിക്കലി നിങ്ങൾക്കൊരു മുട്ടുവേദനയോ നടുവേദനയോ ഉണ്ടെങ്കിൽ ആ പെയിൻ നിങ്ങൾ റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് പ്രൊലാപ്സ് ആയിരിക്കാം, ഡിസ്ക് ബൾജ് ആയിരിക്കാം, ഈ പറഞ്ഞ പോലെ OA ആയിരിക്കാം, ആർത്രൈറ്റിസ് ആയിരിക്കാം. സോ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റണം. അത് റിവേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ബോഡിയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പ്യൂർ അഡിക്ഷനാണ്. അത് തന്നെയാണ് പിന്നീട് ഫാറ്റി ലിവർ ആയിട്ടും. അപ്പോൾ അതിന്റെ റീസൺ കണ്ടുപിടിച്ച് അത് നമുക്ക് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റണം ആദ്യം, എന്നിട്ട് നമുക്ക് അതിലേക്ക് കമ്മൗട്ട് ചെയ്യാൻ പറ്റും. ആദ്യം പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിട്ട് പറയാം. മനുഷ്യന് ഏറ്റവും കോമൺ ആൻഡ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഞാനിപ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് ആൾക്കാർക്ക് കാണുന്ന ഒരു അഡിക്ഷൻ ഡോളോയാണ്. ഡോളോ പാരസെറ്റമോൾ. പാരസെറ്റമോൾ ആണ് നമ്മളുടെയൊക്കെ ബാഗിലുണ്ട്. വെള്ളം എടുക്കാൻ മറന്നില്ലെങ്കിൽ നമ്മൾ ഡോളോ എടുക്കാൻ മറക്കാറില്ല. ഈ പറഞ്ഞ സമയത്തിന് ആഹാരമൊക്കെ കഴിച്ചാൽ ഈ ഡോളോയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ പാരസെറ്റമോൾ എന്നുള്ളത് വലിയൊരു അഡിക്ഷൻ ആണ് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പോയ അതേ പോയിന്റ്, എൻ്റെ ഏറ്റവും ഞാൻ കൺസേൺ ആയിട്ടുള്ള ഏറ്റവും വലിയ അഡിക്ഷൻ വൈറ്റ് ഷുഗറാണ്. ഞാൻ ഈ അവസരം കിട്ടിയാൽ 10 മിനിറ്റിലുള്ള 50 പ്രാവശ്യം പഞ്ചസാര എന്ന് പറയുന്ന ആളാണ്. ഞാൻ അതുണ്ടാക്കുന്ന എഫക്റ്റ് അത്രയും ഭയാനകമാണ്. ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഇഷ്യൂസ്, സെക്ഷൽ ഇഷ്യൂസ്, ഈ പറയുന്ന പിമ്പിൾസ്, നമുക്ക് വിസിബിളായിട്ട് നമ്മളുടെ ഏജിൽ കാണാൻ കഴിയുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതാണ് ബേസിക് റീസൺ. സോ ഏറ്റവും വലിയ അഡിക്ഷൻ പബ്ലിക്കിനെ, നാടിനെ, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ 100% വൈറ്റ് ഷുഗർ. ഞാൻ ഈ സൗണ്ട് മറ്റേ ഇന്റർവ്യൂലാണ് നല്ല വെള്ളമാണ്, നല്ല 1-2 ഗ്ലാസ് പച്ചവെള്ളമാണ് ആദ്യം കുടിക്കേണ്ടത്, അല്ലെങ്കിൽ തിളപ്പിച്ചരച്ച വെള്ളം. അതാണ് ഏറ്റവും ബെറ്റർ. അതല്ലാതെ കുറച്ച് ഡീറ്റോക്സ് സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നെല്ലിക്ക, മറ്റേ തുളസി. ഇത് അഗെയിൻ അത് കണ്ടീഷനാണ്, നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ വെള്ളം വളരെ എമർജൻസിയാണ്. നമ്മുടെ മോഷൻ ക്ലിയർ ആവാൻ വേണ്ടി, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടി ഏറ്റവും ബേസിക്കലി വേണ്ടത് ഒരു 1 or 2 ഗ്ലാസ് വാട്ടർ ഇൻ യുവർ എംപ്റ്റി സ്റ്റൊമക്ക് എന്നുള്ളതാണ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അല്ല, മൈഗ്രെയിൻ ഗട്ട് കറക്റ്റ് ചെയ്താൽ മതി, പ്രോപ്പർ ഡയറ്റ്. മൈഗ്രെയിൻ 100% കൺട്രോളബിൾ ആണ്, റിവേഴ്സിബിൾ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ഗട്ട് ഇഷ്യൂ ആണ്. അപ്പോൾ ഗട്ട് കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് ആ മൈഗ്രെയിൻ്റെ കൂടെ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ കാണും, ഒരു അസിഡിറ്റി ഇഷ്യൂ കാണും, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ആണ്, ഗട്ടിന് എന്തെങ്കിലും ഇഷ്യൂ കാണും. അത് നമുക്ക് കൺസൾട്ട് ചെയ്ത് ഡീറ്റെയിൽ പറയുമ്പോൾ ആ ഇഷ്യൂ പരിഹരിച്ചാൽ മൈഗ്രെയിൻ പരിഹരിക്കപ്പെടും. ഇല്ലെങ്കിൽ മൈഗ്രെയിൻ പരിഹരിക്കപ്പെടത്തില്ല. യു ക്യാൻ ഗോ ഫോർ സോ മെനി ഇയേഴ്സ്. ആ തലവേദന ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഗ്രേറ്റ്. അപ്പം എന്താണെങ്കിലും ഞാൻ എന്തായാലും ആത്മയിൽ വരുന്നുണ്ടായിരിക്കും. വൺ ഓഫ് ദി സെൻറ്റർ, ഏതെങ്കിലും സെൻറ്ററിൽ നിന്ന് വന്ന് ഒരു വെൽനസ് പാക്കേജ് എടുക്കണം. ഐ വോണ്ട് എക്സ്പീരിയൻസ് വാട്ട് ആത്മ ഡെലിവേഴ്സ് ടു പീപ്പിൾ. അതൊന്ന് അറിയണം എന്നെനിക്കുണ്ട്. ഇത്രയും സംസാരിച്ചിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി പോകും. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ ടച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ബീങ് ഹിയർ വിത്ത് പോഡ്കാസ്റ്റ്. താങ്ക് യു.